തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷകൾ നൽകുന്ന സമ്മേളനമാണ് എന്നാണ് എൻ്റെ ടേക്ക്. ഞാൻ ശശി തരൂർ സച്ചിൻ പൈലറ്റ് അവതരിപ്പിച്ച ഈ രാഷ്ട്രീയ പ്രമേയത്തെ പിന്താങ്ങിക്കൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട്. ആ പ്രസംഗം മാത്രം പറയാം. വി മസ്റ്റ് ബി എ പാർട്ടി ഓഫ് ദി ഫ്യൂച്ചർ. നമ്മൾ ഭാവി കാലത്തിൻ്റെ പാർട്ടിയാവണം, നോട്ട് ജസ്റ്റ് ഓഫ് ദ പാസ്റ്റ്. ഭൂതകാലത്തിൽ ഇനി അഭിരമിച്ചിരുന്നിട്ട് കാര്യമില്ല. എ പാർട്ടി വിത്ത് എ പോസിറ്റീവ് വിഷൻ, ഒരു പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുള്ള പാർട്ടിയാവണം, നോട്ട് ഓൺലി നെഗറ്റിവിറ്റി. എല്ലാത്തിനെയും പൂർണ്ണമായി വിമർശിക്കുന്ന ഒരു പാർട്ടി മാത്രമല്ല. എ പാർട്ടി ദാറ്റ് ഓഫേഴ്സ് സൊല്യൂഷൻസ്, ഒരു പാർട്ടി നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന പാർട്ടിയാവണം, നോട്ട് ജസ്റ്റ് സ്ലോഗൻസ്. മുദ്രാവാക്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന പാർട്ടിയായി തീരരുത് എന്നുള്ളതാണ് ശശി തരൂർ സച്ചിൻ പൈലറ്റ് അവതരിപ്പിച്ച AICC സമ്മേളനത്തിലെ പ്രവർത്തക സമിതി യോഗത്തിന് നിർദ്ദേശിച്ച ഭേദഗതികളോടുകൂടിയുള്ള പ്രമേയം പാസ്സാക്കുമ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട വാചകം ഇത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ AICC മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു വലിയ ആശയമായി ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണോ ഇതുവരെ പാർട്ടി തിരഞ്ഞെടുപ്പുകളിൽ ചെയ്തിരുന്നത്, സംഘടനാ രീതികളിൽ ചെയ്തിരുന്നത്, അവർ മറ്റു മുന്നണികളുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നത്, അതിനെ അടിമുടി മാറ്റിയേ മതിയാവൂ എന്ന് പാർട്ടി സ്വയം തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇനി ഭൂതകാലത്തിൻ്റെ വലിയ ഓർമ്മകളിൽ മാത്രം നിൽക്കുന്നൊരു പാർട്ടിയല്ല, പകരം ഭാവിയിലേക്ക് വർത്തമാനകാലത്തിൻ്റെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു പാർട്ടി സംഘടന എന്ന രീതിയിലേക്ക് ആ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ സ്വരൂപിക്കുന്ന കാര്യത്തിലൊക്കെ പാർട്ടി മാറണം എന്നൊരു അഭിപ്രായം വരുന്നത്. ഞാൻ പക്ഷേ അതിനെ അല്പം ക്രിട്ടിക്കലായിട്ടു കൂടിയാണ് കാണുന്നത്. ഇതിന് തൊട്ട് മുമ്പ് 1961 ഗുജറാത്തിൽ ഇതേപോലെ ഒരു സെഷൻ നടക്കുന്നത്. അന്ന് AICCയുടെ സെഷൻ നടക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയുണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്, YB ചവാനുണ്ട്. അന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സ്റ്റാൾവാർട്ടുകളെല്ലാം ഉണ്ട്. ആ സമയത്ത് വലിയ ചർച്ചകൾ നടന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ന് ഈ പ്രവർത്തക സമിതിയുമായി ബന്ധപ്പെട്ട് ഒരു തിരഞ്ഞെടുപ്പും അവിടെ നടന്നില്ല എന്നുള്ളതാണ്. അന്ന് 7 സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. ഗുജറാത്തിൽ അവസാനമായി നടന്ന 1961 AICC സെഷനിൽ വളരെ ക്രിട്ടിക്കലായ ഡിസ്കോഴ്സാണ്, അഥവാ വിമർശനാത്മകമായിട്ടുള്ള വ്യവഹാരമാണ് നടന്നത്. സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ പോളിസിയെ വിമർശിക്കുന്നതിനോടൊപ്പം 3ാം പഞ്ചവത്സര പദ്ധതിയുടെ സക്രിയമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പാർട്ടി സംഘടനാ തലത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ന് YB ചവാനും ഇന്ദിരാഗാന്ധിയും മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഒരു പവർ സെന്റർ അവിടെ ഉണ്ടായിരുന്നില്ല. ജവഹർലാൽ നെഹ്റു ഉണ്ട് എന്ന് ആലോചിക്കണം. ഇന്ന് ജവഹർലാൽ നെഹ്റുവിനെ പോലെ സ്റ്റാൾവാർട്ടായിട്ടുള്ള ഒരു നേതാവ് ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഉണ്ടായിട്ട് പോലും വലിയ വിമർശനങ്ങൾ ഉയരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ AICC സമ്മേളനത്തിലെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് പ്രവർത്തക സമിതിയിലാവട്ടെ, തുടർന്ന് നടന്ന AICC സമ്മേളനത്തിലാവട്ടെ, രാഹുൽ ഗാന്ധിയെ റെപ്രസെന്റ് ചെയ്യുന്ന നേതൃത്വത്തിനെതിരെയോ ഒരു വാക്ക് പോലും വിമർശനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സ്തുതിപാഠകരായിരുന്നു കൂടുതലും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ നിന്ന് പോയ കുറച്ച് നേതാക്കൾ മാത്രമാണ് ക്രിയാത്മകമായി എന്തെങ്കിലും അവിടെ സംസാരിച്ചത് എന്നാണ് നമുക്കുള്ളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് ആ അർത്ഥത്തിൽ വളരെ ക്രിട്ടിക്കലായൊരു ഡിസ്കോഴ്സ്, ക്രിട്ടിക്കലായിട്ടുള്ളൊരു വ്യവഹാരം അഹമ്മദാബാദിൽ നടന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പ്രവർത്തക സമിതിയിലും നടന്നിട്ടില്ല. അത് തുടർന്ന് നടന്ന 1700ഓളം പ്രതിനിധികൾ പങ്കെടുത്ത AICC സമ്മേളനത്തിലും നടന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും പ്രതീക്ഷാനിർഭരമായി ഞാനിതിനെ കാണുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇതുവരെ BJPയെ നേരിടാൻ കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന ആശയപരമായിട്ടുള്ള ഒരു ഘടനയല്ല ഇനി വേണ്ടത് എന്ന് പാർട്ടി തീരുമാനിക്കുന്നു. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ, സ്മൃതി പറഞ്ഞതുപോലെ, സാമൂഹ്യ നീതി എന്ന് പറയുന്നൊരു വേർഡ് അവർ കോയിൻ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി, ഞാൻ എപ്പോഴും പറയുന്ന പോലെ 3 എമ്മുകൾ ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നയിക്കാനൊരു മാൻ വേണം, പറയാനൊരു മെസ്സേജ് വേണം, പറയുന്നതിനൊരു മെഷീൻ വേണം. ഈ 3ഉം ഒരു പാർട്ടിക്ക് ഒരു തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ ഘടകമാണ്. ഇവിടെ BJPക്ക് പറയാനൊരു മാനുണ്ട്, there is a strong machinery, there is a strong message. ആ മെസ്സേജിനോട് നമുക്ക് വിയോജിപ്പുണ്ടാവാം. അത് ദേശീയതയിൽ ഊന്നിക്കൊണ്ടുള്ള, ഹിന്ദുത്വ ദേശീയതയിൽ ഊന്നിക്കൊണ്ടുള്ള വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണെന്ന് വിമർശനം ഉന്നയിക്കുമ്പോൾ പോലും ആര് നയിക്കാൻ ഒരു മാൻ വേണം. ഞാൻ 3 എമ്മിന്റെ ഒരു പ്രാസത്തിലേക്ക് പോയെന്നേ ഉള്ളൂ. അവിടെ ഒരു മനുഷ്യനുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ തിരുത്തുന്നു, ഒരു മനുഷ്യൻ എന്നാക്കി മാറ്റാം. അപ്പോൾ ഈ 3M വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ അങ്ങനെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നയിക്കാനൊരു മനുഷ്യൻ ആര് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് രാഹുൽ ഗാന്ധി എന്ന ഉത്തരമാണ്. ആ രാഹുൽ ഗാന്ധിയുടെ പരമാവധി എഫേർട്ട് കഴിഞ്ഞ തവണ ഇട്ടു ജോഡോ യാത്ര. ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു നേതാവിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സാധ്യമായ ഒരു ജനസമ്പർക്ക പരിപാടിയായിരുന്നു ഈ ജോഡോ യാത്ര. 1ഉം 2ഉം ജോഡോ യാത്ര തലങ്ങും കുറുങ്ങയും നടന്നു. പക്ഷേ എന്നിട്ടും പെർഫോമൻസ് വളരെ മോശമായിരുന്നു.
ഉണ്ടായിരുന്നു. അത് ലോക്സഭയിലെ പെർഫോമൻസ് മികച്ചതായിരുന്നിട്ടും അത് നിയമസഭയിൽ ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. മഹാരാഷ്ട്ര അടിമുടി പോയി, ഹരിയാന തകർന്നുപോയി, ഡൽഹി തകർന്നുപോയി. ഈ പശ്ചാത്തലത്തിലാണ് ഇനി ബീഹാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വർഷം നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ബീഹാറാണ്. അടുത്ത വർഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒന്ന് വെസ്റ്റ് ബംഗാൾ, കേരള, തമിഴ്നാട്, ആസാം, ഈ 4 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് 2026. ഇതിൽ വെസ്റ്റ് ബംഗാളിൽ നോക്കുക വേണ്ട, 0 അവിടെ ഇപ്പോൾ അവരുടെ വെസ്റ്റ് ബംഗാളിലെ നിയമസഭയിൽ 0 കോൺഗ്രസിന്റെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഇല്ല. ഒരു MLA പേരിന് പോലും എടുക്കാനില്ല. ഒരു കാലത്ത് വെസ്റ്റ് ബംഗാൾ അടക്കി ഭരിച്ചിരുന്ന പാർട്ടിയാണെന്ന് ആലോചിക്കണം. ഇന്ത്യൻ നാഷണൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ ഒരുപക്ഷെ അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചേക്കാവുന്ന രാഷ്ട്രീയ കാരണങ്ങൾ പോലും രൂപപ്പെട്ടത് അവിടുത്തെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ്. അവിടെയാണ് വെസ്റ്റ് ബംഗാളിലാണ് കോൺഗ്രസ് ഇല്ലാതെ. ആസാമിൽ നോക്കൂ, ആസാമിൽ കോൺഗ്രസിന്റെ ശക്തി എന്ന് പറയുന്നത് കേവലം 29 അംഗങ്ങളാണ്. 60 പേരാണ് അവിടെ BJP. ഒരു കാലത്ത് ആസാം ഭരിച്ചുകൊണ്ടിരുന്നത് ഇന്റർനാഷണൽ കോൺഗ്രസ്. ആസാമിൽ ഇന്റർനാഷണൽ കോൺഗ്രസേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അല്ല, അസം ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് ആയിരുന്നു. അത് മുഖ്യമന്ത്രി തന്നെ മാറി അല്ലേ? ഹിമന്ത് ബിശ്വ ശർമ്മയെ തന്നെ തിരിച്ചിപ്പുറത്തേക്ക് കളത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ 2026 ആസാമിലോ വെസ്റ്റ് ബംഗാളിലോ പ്രതീക്ഷയില്ല. പിന്നീടുള്ളത് കേരളമാണ്. എല്ലാ ശ്രമവും കേരളത്തിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഒരു 3ാം ഊഴം എന്നുള്ളത് LDF ഏറെക്കുറെ നിശ്ചയിച്ച മട്ടാണ്. അതിൽ ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകവുമാണ്. അതുകൊണ്ട് അവിടെ ഒരു പ്രതീക്ഷ ഇപ്പോഴും കോൺഗ്രസിന് കേരളത്തിൽ ബാക്കി നിൽക്കുന്നു. ഗുജറാത്തിലാവട്ടെ, ഇപ്പോൾ ഈ സമ്മേളനം നടന്ന ഗുജറാത്തിലെ അവസ്ഥ എന്താ? സമ്മേളനം നടന്ന ഗുജറാത്തിൽ 161, നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ 30 അല്ല 40 വർഷമായി ഗുജറാത്തിൽ ഒരു കോൺഗ്രസ് സർക്കാർ വന്നിട്ട്. കാര്യം അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് മാധവ് സിംഗ് സോളങ്കിയാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നത് ഗുജറാത്തിൽ. അതിനുശേഷം വരുന്നത് പിന്നീട് ചിമൻഭായ് പട്ടേൽ ആണെങ്കിലും അതിനുശേഷം വരുന്നത് നരേന്ദ്രമോദി ആണെങ്കിലും തുടർച്ചയായി കേശുഭായ് പട്ടേൽ, ചിമൻഭായ് പട്ടേൽ വരുന്നത് JP-യുടെ കാര്യത്തിൽ, പിന്നീട് കേശുഭായ് പട്ടേൽ വരുന്നു, പിന്നീട് വരുന്നത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ കഴിഞ്ഞ 40 വർഷമായി ഗുജറാത്ത് എന്ന സംസ്ഥാനത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന സർക്കാർ രൂപീകരിച്ചിട്ടില്ല. അവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ പൊസിഷൻ നോക്കൂ, 12 MLA-മാർ മാത്രമാണ് ഗുജറാത്തിലെ നിയമസഭയിലുള്ളത്. 161 അംഗങ്ങൾ ഉള്ളത് BJP-ക്കാണെന്ന് ഓർമ്മിക്കണം. അവിടെ കഴിഞ്ഞ 1985 വരെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ഈ ഗുജറാത്ത് കഴിഞ്ഞ 40 വർഷമായി BJP-യുടെ കൈപ്പിടിയിൽ ഒതുങ്ങി. അതുകൊണ്ട് ഗുജറാത്ത് ഒരു പൈലറ്റ് സ്റ്റഡി ആയിട്ട് എടുക്കാൻ പോവുകയാണ്. ഈ മാസം ഏപ്രിൽ 15-ാം തീയതി ഗുജറാത്തിൽ രാഹുലും ഈ പറയുന്ന മല്ലികാർജുൻ ഖാർഗെയും കൂടി ചേർന്ന് പ്രവർത്തക സമിതി യോഗം അവിടുത്തെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട യോഗം വിളിക്കുന്നുണ്ട്. ആ യോഗത്തിൽ വെച്ചാണ് ഈ DCC പുനഃസംഘടനയെക്കുറിച്ച് ആലോചിക്കാൻ പോകുന്നത് എന്നാണ്. അത് കഴിഞ്ഞ് രാജസ്ഥാനിൽ ഏപ്രിൽ 28-ാം തീയതി മീറ്റിംഗ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതൊരു നയിക്കാനൊരു മനുഷ്യനുണ്ടാവുക, ഒരു ലീഡർ ഉണ്ടാവുക എന്നുള്ളത്. രണ്ടാമത്തത് നയിക്കാൻ പറയാനൊരു മെസ്സേജ് ഉണ്ടാവുക. അവിടെയാണ് പ്രത്യയശാസ്ത്രപരമായ ആശയപരമായ മാറ്റം കോൺഗ്രസ് ആലോചിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നു. കുറേ കാലം അവരെന്തിന് പിന്നാലെ പോയി? BJP-യുടെ നാഷണലിസത്തിന് പിന്നാലെ മൃദു ഹിന്ദുത്വവുമായിട്ട് പോയി. അതിനുശേഷമാണ് അത് തിരിച്ചറിയുന്നത്. പക്ഷെ മൃദു ഹിന്ദുത്വത്തെ ഏത് ആശയം വെച്ച് പ്രതിരോധിക്കാൻ കഴിയും? മൃദു ഹിന്ദുത്വത്തെ പ്രതിരോധിക്കാൻ പറ്റൊരാശയവും കോൺഗ്രസിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഒരു പുതിയ ആശയം, ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നത്. പക്ഷെ നോക്കൂ, ഈ ദേശീയതയെക്കുറിച്ച് പറയാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും ആർജവമുള്ള പാർട്ടി കോൺഗ്രസ് ആണെന്നാണ്. കാര്യം ഒരു രാജ്യത്തെ ഒരു പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന 2 നേതാക്കളെ രാജ്യത്തിനു വേണ്ടി ബലി കൊടുത്ത ഒരേ ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ദിരാഗാന്ധി, മറ്റൊരാൾ രാജീവ് ഗാന്ധി, പിന്നെ ആ പാർട്ടിക്ക് വേണ്ടി അക്ഷീണമായി പ്രയത്നിച്ച മനുഷ്യർ, ആ പാർട്ടിയുടെ ആശയമായി ചേർന്ന് നിന്ന് പോകുന്ന മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഐക്കൺ, ഇതൊക്കെ ഉള്ള ഒരു പാർട്ടിക്ക് ദേശീയതയെക്കുറിച്ച് പറയാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. ആ ദേശീയത നിർവചിക്കുന്നതിൽ പാർട്ടിയുടെ ഇൻ്റലക്ച്വൽസിന് സംഭവിച്ച വീഴ്ച വളരെ കൃത്യമായി മതപരമായ ദേശീയതയിലേക്ക് മാറ്റാൻ BJP-ക്ക് സാധിച്ചു. പക്ഷേ ഇനി അതിനെ തിരിച്ചെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം ദേശീയതയെ, നമ്മൾ പറയുന്ന കോൺഗ്രസിൻ്റെ ഇൻക്ലൂസീവായ ദേശീയതയേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് എളുപ്പം ബോധ്യപ്പെടുക എക്സ്ക്ലൂസീവായ അപരവിദ്വേഷത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന BJP-യുടെ ഹിന്ദുത്വ നാഷണലിസമാണ്. അത് വളരെ കൃത്യമായി സമൂഹത്തിൽ സ്വയം പ്രവർത്തനക്ഷമമായിരിക്കുന്നു എന്നതാണ് എൻ്റെ ടേക്ക്. അതിനെ ഇനി തിരിച്ചുപിടിക്കാൻ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു ആശയം കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഇൻക്ലൂസിവിറ്റിയിൽ അധിഷ്ഠിതമായ സാമൂഹിക നീതി എന്നൊരാശയം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇത് എത്രമാത്രം ജനങ്ങൾക്ക് ബോധ്യമാവും? അത് ബോധ്യമാവണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കാസ്റ്റ് സെൻസസ് എന്നുള്ളത് യാഥാർത്ഥ്യമാവണം. കാസ്റ്റ് സെൻസസിൽ തൊടുമ്പോഴാണ് ഇനി നിങ്ങൾക്ക് ജനങ്ങളെ തൊടാൻ പറ്റുക. നിങ്ങൾക്ക് ദേശീയതയിൽ മതത്തെ തൊട്ടു എന്നതുപോലെ ഇനി ജനങ്ങളെ തൊടാൻ കഴിയുന്നത് ഈ കാസ്റ്റ് സെൻസസിൽ തൊടുമ്പോഴാണ്. അത് അവരുടെ മൊബിലിറ്റി നിശ്ചയിക്കുന്നതാണ്, അതവരുടെ മുന്നോട്ടുള്ള യാത്രയെ നിശ്ചയിക്കുന്നതാണ്. അങ്ങനെ ഹൈറാർക്കിയിൽ മുകളിലേക്ക് പോകാൻ കഴിയുമെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാക്കാൻ കഴിയുന്ന കാസ്റ്റ് സെൻസസിൽ കോൺഗ്രസ് യഥാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ OBC വോട്ട് ബാങ്ക് ഇപ്പോഴും ശക്തമായതാണ്, SC വോട്ട് ബാങ്ക് ശക്തമായതാണ് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടെങ്കിൽ അതിന് കോൺഗ്രസ് ആ രീതിയിലേക്ക് ആശയങ്ങൾ പരുവപ്പെടുത്താൻ പോകുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മൂന്നാമത്തത് ഈ സംഘടന എന്നുള്ളത്, അത് DCC അധ്യക്ഷന്മാർ. പക്ഷേ അവിടെ അപകടമുണ്ട്. ഈ DCC അധ്യക്ഷന്മാരെ ആര് തീരുമാനിക്കും? DCC അധ്യക്ഷന്മാരെ
നേതാക്കളെ ഹൈക്കമാൻഡ് കെട്ടിയിറക്കുന്നതാണെങ്കിൽ സ്വാഭാവികമായും അവിടെ പ്രശ്നമുണ്ടാവും. അവിടെ നോമിനേറ്റഡ് DCCമാർ വരുന്ന സമയത്ത് ഇന്നർ പാർട്ടി ഡെമോക്രസി എന്നുള്ളത് ഇല്ലാതാവും. വിവിധ ഫാക്ഷനുകൾ നിലനിൽക്കുന്ന സംവിധാനമാണ്. മാത്രമല്ല 3 വർഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ DCC അധ്യക്ഷന്മാർക്ക് കഴിയാതെ വരുമ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട്. അവർ DCC അധ്യക്ഷന്മാരാകുമോ? ഏറ്റവും മികച്ച ആളുകളെ DCC അധ്യക്ഷന്മാരാകുന്നില്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് മികച്ച DCC അധ്യക്ഷന്മാരായിട്ടിരിക്കാൻ കഴിയുക? ഈ ചോദ്യങ്ങളൊക്കെ ഇനി കോൺഗ്രസ് മുന്നിൽ നേരിടാൻ പോകുന്ന ചോദ്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഹരിയാനയിൽ ഒരൊറ്റ DCC പ്രസിഡന്റുമാർ പോലും ഇല്ല കേട്ടോ. ഹരിയാന പൂർണ്ണമായിട്ടും DCC പ്രസിഡന്റുമാർ ഇല്ലാത്തൊരു സ്റ്റേറ്റായി മാറിക്കഴിഞ്ഞു. അതേപോലെയാണ് മിക്ക സംസ്ഥാനങ്ങളിലും DCC പ്രവർത്തനക്ഷമമേ അല്ല എന്നുള്ളതാണ്. ലോവർ പാർട്ടിയിൽ താഴ്ന്ന ഘടകങ്ങളൊന്നും തന്നെ സജീവമല്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേരിടുന്ന ഘടകം. അതുകൊണ്ട് താഴെത്തട്ടിൽ നിന്ന് കെട്ടിപ്പടുക്കുക. അതിലെല്ലാ കാലത്തും 1970-കളിലൊക്കെ ഈ ഇന്നർ പാർട്ടി നിശ്ചയിച്ചിരുന്നത് ഈ DCCമാരാണ്. ഓരോ സംസ്ഥാനത്തെയും ജില്ലാ കേന്ദ്രങ്ങളിലെ ജില്ലാ അധ്യക്ഷന്മാരാണ് ശക്തിദുർഗങ്ങളായിരുന്നത്. അതേപോലെയുള്ള ജില്ലാ അധ്യക്ഷന്മാർ ശക്തമായിട്ട് വരണം. കേരളത്തിൽ തന്നെ നോക്കൂ, കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ജില്ലാ അധ്യക്ഷന്മാരിൽ ഒന്ന് എറണാകുളം നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ മലപ്പുറം നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. തൃശ്ശൂർ ഇപ്പോൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ അവിടെ തല്ലുകൂടിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ DCC അധ്യക്ഷന്മാരുടെ പ്രകടനം കോൺഗ്രസിൻ്റെ ശക്തിയെ തീരുമാനിക്കുന്നു. അത് ഏറെക്കുറെ നന്നായി പ്രവർത്തിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും DCC എന്ന് പറയുന്ന പൊസിഷൻ പോലുമില്ല, DCC അധ്യക്ഷൻ എന്ന് പറയുന്ന പദവി പോലും ഇല്ലാത്ത സാഹചര്യമാണ്. അവിടെ നിന്നാണ് പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും വരുന്ന നാളുകളിൽ കോൺഗ്രസ് നേരിടാൻ പോകുന്ന വെല്ലുവിളി ആരാണ് ലീഡർ എന്നുള്ളത്, ആ ലീഡറിൻ്റെ കരിസ്മ മോദിക്കും അപ്പുറം നിൽക്കുന്ന ഒരു കരിസ്മയായി മാറുക എന്നുള്ളത്, 2 പറയാൻ പോകുന്ന മെസ്സേജ് എന്നുള്ളത് അത് വളരെ വ്യക്തമായും കൃത്യമായും ജനങ്ങളെ സ്പർശിക്കുന്നതുമാവുന്ന ഒരു മെസ്സേജ്. മുദ്രാവാക്യങ്ങളല്ല, തരൂര് പറഞ്ഞതുപോലെ ജനങ്ങളുടെ കാര്യത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന പോസിറ്റിവിറ്റിയുള്ള ഒരു സംഘടനയായി പാർട്ടിയെ മാറ്റാൻ കഴിയുക എന്നുള്ളതാണ്. അതിന് ഞാൻ നിർദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം യഥാർത്ഥത്തിൽ ജോഡോ യാത്രയിൽ അവർ പരിശ്രമിച്ചതാണ് എല്ലാ NGO മൂവ്മെൻറ്റുകളെയും, എല്ലാ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങളെയും, എല്ലാ നവസാമൂഹ്യ സംഘടനകളെയും ഒരുമിച്ച് കോർത്തിണക്കാൻ കഴിയുന്ന ഒരു പാർട്ടി മെഷീനറി ഇന്റർനാഷണൽ കോൺഗ്രസിന് ഉണ്ടാവുക എന്നുള്ളതാണ്. അതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല. സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെട്ട് ആർജവത്തോടുകൂടി നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറട്ടെ എന്ന് കരുതാം. കാരണം ഇന്ത്യ രാജ്യത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ സ്ഥാനം അത്രമേൽ വലുതാണ്. ആൻഡ്രു, Meet the editors.